ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റോയ് വേൾഡ്. റോയ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു എസ്പ്രസോൻ്റെ വർക്കാണ്. ഇപ്പോൾ ഇവർ വന്നിട്ടുള്ളത് ഞാർക്കെന്നാണ്. നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം. പേരെന്ന് വെച്ചാൽ ആളുടെ പേര് രതീഷാണ് ആളുടെ പേര്. ആള് വന്നിരിക്കുന്നത് ഞാർക്കിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എസ്പ്രസോൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വർക്കുകളൊക്കെ നമുക്കൊന്ന് കാണാം. ഒന്ന് ഫോഗ് ലാമ്പ് ഒന്ന് ഓൺ ചെയ്തോ. അതുപോലെ ഫ്രണ്ടിലെ ലൈറ്റുകൾ. ഇതാണ് നമ്മുടെ വണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഫോഗ് ലാമ്പ് ലൈറ്റ് നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലതിൻ്റെ ഒരു ഇൻഡിക്കേറ്ററും കൂടിയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മളൊരു ഗ്രില്ല് ലൈറ്റ് 4 ഇതിന് ശരിക്കും നമുക്ക് ഈ എസ്പ്രസോൻ്റെ ഗ്രില്ല് ശരിക്കും 4 ക്രോമാണ് ഗ്രില്ലിൽ വരുന്നത്. ഫ്രണ്ട് ഗ്രില്ലിൽ വരുന്ന 4 ക്രോമിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഓരോ ഗ്രില്ല് ലൈറ്റും വെച്ചിട്ടുണ്ട്. 4 എണ്ണം. നല്ല ഷോ ആയിട്ടുണ്ട് അത്. അപ്പോൾ അതിൽ ഹസാർഡ് മാത്രം ഒന്ന് ഓണാക്കിയിട്ടുണ്ട്. നല്ല സ്റ്റൈലായിട്ടുള്ളൊരു ഫോഗ് ലാമ്പും അതേപോലെ തന്നെ അതിലൊരു ഇൻഡിക്കേറ്ററും കൂടിയിട്ട് വരുന്നത് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡ് ഫ്രണ്ടിൽ. ഇത് കുറേ വീഡിയോസ് ആഡ് കാണിച്ചിട്ടുണ്ട്. എന്നാലും വീണ്ടും ഒരിക്കൽ കൂടി ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രം. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ക്രോം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇൻഡിക്കേറ്ററിലേക്ക് ഒരു ക്രോം. അതേപോലെ തന്നെ സൈഡ് ബീഡിങ്ങിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എസ്പ്രസോ എന്ന് എഴുതിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു സൈഡ് ബീഡിങ്ങാണ് നമ്മളിലേക്ക് ആഡ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ ക്യാച്ച് കവർ, അതേപോലെ ബൗളും, അതേപോലെ നമ്മുടെ വിൻഡോ ഗാർണിഷ് ലോവർ നമുക്ക് ആദ്യകാലങ്ങളിൽ 2 ഫ്രണ്ടിലേക്ക് 2 ഡോറിലേക്ക് മാത്രമേ ഉണ്ടായിരുന്നല്ലോ. ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് വന്നിരുന്നില്ല. ഇതിപ്പോൾ ക്വാർട്ടർ ഗ്ലാസ്സിലേക്ക് ഉള്ളത് നമുക്ക് വരുന്നുണ്ട്. അതേപോലെ തന്നെ റൂഫ് റെയിൽ നമ്മൾ ചെയ്തേക്കണത് സിൽവറും ബ്ലാക്കും കൂടിയിട്ടാണ്. മുകളിൽ സിൽവർ, എൻ്റെ അടിഭാഗത്ത് ബ്ലാക്കും കൂടി വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ബ്ലാക്ക് ഗ്ലോസി സ്പോയിലറാണ് നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ ബോഡി കളർ തന്നെയാണ് നമ്മൾ സ്പോയിലർ ചെയ്യാറ്. ഇത് കസ്റ്റമറുടെ താല്പര്യപ്രകാരം നമ്മൾ ഗ്ലോസി ബ്ലാക്കാണ് ചെയ്തിരിക്കുന്നത്. അതാണ് ടോപ്പ് ഫുള്ള് ബ്ലാക്ക് ചെയ്യാനുള്ളൊരു പരിപാടിയാണ്. അതുകൊണ്ടാണ് അത് ഗ്ലോസി ബ്ലാക്ക് ചെയ്യാൻ കാരണം. അതേപോലെ തന്നെ നമ്മുടെ ടൈലൈറ്റ് ക്രോം, അതേപോലെ തന്നെ നമ്മൾ ഒരു റിയർ റിഫ്ലക്ടർ LED നമ്മളിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ബെൻസ് ടൈപ്പാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. സാധാരണ ആരോ ടൈപ്പ് അല്ല, ബെൻസിന് വരുന്ന മോഡലാണ്. ആരോ ടൈപ്പ് ശരിക്കും ഇപ്പോൾ പഴയ മോഡലായി. ഇപ്പോൾ നമ്മളിൽ വെച്ചേക്കുന്നത് ബെൻസ് മോഡലാണ്. അതേപോലെ തന്നെ അടിയിലേക്ക് നല്ലൊരു ഡിഫ്യൂസറും വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഡിഫ്യൂസറാണ്. ശരിക്കും വണ്ടിക്ക് നല്ല ഷോ വരുന്നൊരു ഐറ്റാണ്. നല്ലൊരു ഇടുപ്പുണ്ടാവും വണ്ടിക്ക്. ഫ്രണ്ടും ബാക്ക് ഗാർഡ് വരുമ്പോൾ അതേപോലത്തെ ഒരു ഗാർഡ് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഈ സൈഡിൽ വരുമ്പോൾ അതേപോലെ തന്നെ ടൈലൈറ്റ് ക്രോം, അതേപോലെ തന്നെ നമുക്ക് ഡോർമിക്ക് നല്ലൊരു ഗാർഡ്, ഐപോപ്പിൻ്റെ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ഗാർഡ്, അതുപോലെ ഫിംഗർ ഗാർഡ്, ക്യാച്ച് കവർ, വിൻഡോ ഗാർണിഷ് ലോവർ, പിന്നെ റൂഫ് റെയിൽ. ഇത്ര ഐറ്റംസ് നമ്മളിതിൽ ചെയ്തിട്ടുണ്ട് ഉള്ളിൽ. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു ആംബിയൻസ് ലൈറ്റ് നമ്മളിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോറ് തുറക്കുമ്പോൾ ഈ ലൈറ്റ് കത്തും. അതേപോലെ ഡോറ് ക്ലോസ് ചെയ്ത് അല്ലെങ്കിൽ വണ്ടി നമ്മൾ ലോക്ക് ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ കെടും ചെയ്യും. നമ്മൾ ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത് ഡോർ സ്വിച്ചിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത ഡോർ സ്വിച്ച് ഓഫ് ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോർ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ലൈറ്റ് കെടും ചെയ്യും. അതേപോലെ നല്ലൊരു സ്റ്റിയറിംഗ് കവർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത്രയും വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അടിപൊളിയായിട്ടുള്ളൊരു വുഡൻ്റെ ഒരു ആംറസ്റ്റ്. അപ്പോൾ ഈ ആംറസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുഡൻ്റെ ആംറസ്റ്റാണ്. പക്ഷെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കാനായിട്ട് തടസ്സം വരില്ല. ഫൈബറിൻ്റെ ടൈപ്പ് വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ടൈപ്പ് ഫൈബറിൽ വരുന്നുണ്ട്. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു തടസ്സം നേരിടും. ഈ ആംറസ്റ്റിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുന്നില്ല. അപ്പോൾ ഇത്രയും വർക്കുകളാണ് നമ്മളിതിൽ ചെയ്തിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ചെയ്ത് കഴിഞ്ഞ വർക്കിനെ പറ്റി ഇവരോടൊന്നൊരു അഭിപ്രായം ചോദിക്കാം. എങ്ങനെയുണ്ട് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇല്ല. നിങ്ങൾ കാലത്ത് എത്ര മണിക്ക് വന്നു? ഇവിടെ 9:30 അവർ വന്ന് ഇത്രയും വർക്കുകൾ നമ്മൾ കഴിഞ്ഞ് ഇവരിപ്പോൾ പോവാണ്. വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. തൃപ്തിയായില്ലേ വർക്കൊക്കെ? ഓക്കെ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുമാത്രമല്ല, ഇതിൽ അടിപൊളിയായിട്ടുള്ള ഒരു ഹോണും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹോണിപ്പോൾ നമുക്ക് അടിച്ച് കേൾക്കാം. അപ്പോൾ ഈ വണ്ടിയുടെ ഫുള്ള് വർക്ക് കഴിഞ്ഞപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണും ചെയ്യാം. അതുമാത്രമല്ല, ആർക്കെങ്കിലും ഇങ്ങനെയുള്ള വർക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ. ഇതിനിടെ കൂടെ ഹോൺ അടിച്ച സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ ബൈ.